2.2 Question number 2. Find a quadratic polynomial each with the given numbers as the sum and product of its zeros respectively. 2.2 question number 2 ആണ്. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുണ്ട്. പിന്നെ എന്തോന്ന് ഫൈൻഡ് ചെയ്യണം? ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അത് യൂസ് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനാണ്. ഇപ്പോൾ സീറോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/4 - 1, സെക്കൻഡ് ക്വസ്റ്റ്യൻ √2, 1/3, തേർഡ് ക്വസ്റ്റ്യൻ 0, √3, ഫോർത്ത് ക്വസ്റ്റ്യൻ 1, 1, ഫിഫ്ത്ത് -1/4, 1/4, സിക്സ്ത്ത് 4, 1. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/4, -1. അപ്പോൾ എന്തുവാണ് തന്നിട്ടുള്ളത്? സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു എന്തുവാണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a if ax² പ്ലസ് bx പ്ലസ് c is the ax² bxും പ്ലസ് സിയും ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് എങ്കിൽ alpha plus beta equal to -b/a. -b means coefficient of x divided by coefficient of x square, and alpha beta equal to product c/a, that is എന്തുവാണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇങ്ങനൊരു ഫോമുല ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫോമുലയും പറഞ്ഞു. ഏതാണ്? ഇഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സീറോസ് ഓഫ് ദ ഗിവൺ പോളിനോമിയലിന്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ. അതിന്റെ സം, സീറോസിന്റെ സം ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ തന്നിട്ടുണ്ട് എങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് പോളിനോമിയൽ ഡിറൈവ് ചെയ്യാനായിട്ട് ax² പ്ലസ് bx പ്ലസ് c ആണല്ലോ പോളിനോമിയലിന്റെ ഫോമാറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഏതാണ്? ആൽഫ പ്ലസ് ബീറ്റ. that is sum of zeros റൂട്ട്സും ഒന്നാണ്. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഏതാണ്? ആൽഫ ബീറ്റ. ഇതാണ് പോളിനോമിയൽ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് b/aയും ആൽഫ ബീറ്റ c/aയും യൂസ് ചെയ്തും പിന്നെ ഈ ഫോമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഇതോടെ പർട്ടിക്കുലർ പോളിനോമിയൽ ഏതാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഫൈൻഡ് ചെയ്യണം. തന്നിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1/4. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. ആൽഫ പ്ലസ് ബീറ്റ 1/4 എന്ന് തന്നിട്ടുണ്ട്. -b/a. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റിംഗ് ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ -b ഈക്വൽ ടു -1. -b equal to 1, therefore b equal to എന്തൊന്നാവും? -1 ആവും. നെക്സ്റ്റ് a equal to ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ ഡയറക്റ്റ് ആൻസർ കിട്ടും. a equal to 4. ഇനി എന്തോന്ന് വേണം? പോളിനോമിയൽ ഏതാണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അപ്പം എയുടെ വാല്യൂ അറിയാം, ബിയുടെ വാല്യൂ അറിയാം. നെക്സ്റ്റ് ഏതാ ഫൈൻഡ് ചെയ്യേണ്ടത്? സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമുക്കൊരു റൂട്ട്സ് കൂടെ അവർ തന്നിട്ടുണ്ട്. ആൽഫ ബീറ്റ സം ഓഫ് സീറോസ് തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുണ്ട്. അതിൽ പ്രോഡക്റ്റ് ഓഫ് സീറോസിൻ്റെ വാല്യൂ c/a ആണ്. ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. ആൽഫ ബീറ്റ എഴുതുക. ആൽഫ ബീറ്റ എത്രയാണ് തന്നിട്ടുള്ളത്? -1 ഈക്വൽ ടു c/a. ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യണം. അപ്പം -b/a എന്നുള്ളതിൽ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് എയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? എയുടെ വാല്യൂ 4 ആണെന്നറിയാം. അപ്പം -1 ഈക്വൽ ടു c/4. therefore c ഈക്വൽ ടു -4. മനസ്സിലായല്ലോ? അപ്പം എപ്പോഴും നേരത്തെ കണ്ടുപിടിച്ച് അതേ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. എയുടെ വാല്യൂ 4 ആണെന്നറിയാം. സിയുടെ വാല്യൂ മാത്രമേ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എടുക്കുക. ആൽഫ ബീറ്റ ഈക്വൽ ടു c/a, ദാറ്റ് ഈസ് -1/1 ഈക്വൽ ടു c/a. എയുടെ വാല്യൂ എത്രയാണ്? 4. therefore c ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ c ഈക്വൽ ടു -4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫോമുല ഏതാണ്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ് പോളിനോമിയലിൻ്റെ ഫോമുല. അപ്പോൾ ax²
plus bx plus c equal to 0. That is ax square plus bx plus c ആണ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ വാല്യൂ അറിയാം, ബിയുടെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം. എയുടെ വാല്യൂ എത്രയാണ്? 4. therefore 4x square plus ബിയുടെ വാല്യൂ എത്രയാണ്? -1x plus സിയുടെ വാല്യൂ എത്രയാണ്? -4. therefore എങ്ങനെയാവും? 4x square -x -4. ഇതാണ് എന്താണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇറ്റ് ഈസ് ദ ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്തത്. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇനി സെക്കൻഡ് മെത്തേഡ് കൂടെ പറഞ്ഞുതരാം. സെക്കൻഡ് മെത്തേഡ് എന്തോന്നാണ്? കുറച്ച് മുമ്പ് ഞാൻ എഴുതി. x square minus sum of roots into x plus product of roots. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തോന്നാണ്? 1/4 -1 സം ഓഫ് റൂട്ട്സ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തോന്നാണ് മനസ്സിലാക്കേണ്ടത്? സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 1/4. സം ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 1/4 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് equal to -1. Sum of roots means alpha plus beta equal to 1/4. Product of roots means alpha beta, product of roots, comma alpha beta equal to -1. Formula എന്തുവാണ്? x square minus alpha plus beta into x plus alpha beta. x square minus alpha plus beta എത്രയാണ്? 1/4 into x plus alpha beta plus -1. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/4 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ പോളിനോമിയലിൽ ഡിനോമിനേറ്റർ ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ 4 LCM ആയിട്ട് വരും. ഇവിടെ എന്തോന്ന് വരും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ മേളിൽ 4 ഇക്വലൻ്റ് ആക്കാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4x square -x -4. 4 കൊണ്ട് എല്ലാം ഈക്വൽ ടു 0. 0ക്ക് ഈക്വേറ്റ് ചെയ്തിട്ട് ഈ 0 4നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ 0 ആക്കി മാറ്റണം. ദാറ്റ് ഈസ് 4x square -x -4 ഈക്വൽ ടു 0 into 4. Then 4x square -x -4 which is the answer. Exercise 2.2 question number 2 sub question √2, 1/3 അതാണ് ക്വസ്റ്റ്യൻ. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ആണ് തന്നിരിക്കുന്നത്. സം ഓഫ് സീറോസ് √2. സം ഓഫ് സീറോസ് കാണാനുള്ള ഫോർമുല കോഎഫിഷ്യന്റ് ഓഫ് മൈനസ് ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു -b/a. -b കാരണം പോളിനോമിയൽ എന്ന് പറയുന്നത് ഏതാണ്? ax square plus bx plus c ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ആണ് sum of zeros എന്ന് പറയുന്നത്. ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഹിയർ ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ എഴുതണം ലെറ്റ് ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. then alpha plus beta equal to എന്താണ് ഫോർമുല? -b/a. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? √2 equal to -b/a. Equating numerator to numerator and denominator to denominator. √2 means √2 divided by 1. That is √2ന്റെ വാല്യൂ എന്ത് ചെയ്യണം? b യുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. therefore -b equal to √2 which is equal to b equal to എന്ന് വരും -√2 എന്ന് വരും. അതുപോലെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് ഡിനോമിനേറ്റർ 1 ആയിട്ട് a equal to 1. മനസ്സിലായല്ലോ? അപ്പം കോഎഫിഷ്യന്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ന്യൂമറേറ്റർ -b and √2 -b that is b equal to -√2 and a equal to 1 ആണ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് a അറിയാം, b അറിയാം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ax square plus bx plus c ആണ്. ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സിയുടെ വാല്യൂ വേണം. സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നും കൂടെ തന്നിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് ഓഫ് സീറോസ് ദാറ്റ് ഈസ് ആൽഫ ബീറ്റ. ഈക്വൽ ടു c/a.
ആൽഫ ബീറ്റയിൽ C/A എന്ന് തന്നിട്ടുണ്ട്. അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/3 ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം, 1 എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, ഇക്വേറ്റിംഗ് ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം, 1/3, കാരണം ഓൾറെഡി നമുക്ക് എയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു 1. അപ്പം 1 അത് ഇതിൽ വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താവും, ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം C is equal to 1/3 എന്നാവും. 1 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ C is equal to എന്തോന്ന് കിട്ടി, 1/3. എയുടെ വാല്യൂ അത് അല്ലെങ്കിൽ തെറ്റിപ്പോകും. നമ്മൾ സിയുടെ വാല്യൂ 3 എന്ന് എടുക്കും, സോറി എയുടെ വാല്യൂ 3 എന്ന് എടുക്കും. അതുകൊണ്ട് എയുടെ വാല്യൂ 1 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഫൈൻഡ് ചെയ്യണം. എപ്പോഴും ഫസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന എയുടെ വാല്യൂ ആണ് സെക്കൻഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് കറക്റ്റ് സിയുടെ വാല്യൂ നമുക്ക് ആൻസറായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് കിട്ടി, സിയുടെ വാല്യൂ 1/3 എന്ന് കിട്ടി. ഇനി പോളിനോമിയൽ എഴുതണം. പോളിനോമിയൽ ഏതാണ്, ax² + bx + c. എ അറിയാം, ബി അറിയാം, സി അറിയാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ 1x² മൈനസ് √2x. ബി എത്രയാണ്, -√2 -√2x മൈനസ് സിയുടെ വാല്യൂ എത്രയാണ്, 1/3 + 1/3 വിച്ച് ഈസ് ഈക്വൽ ടു x² -√2x + 1. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഡിനോമിനേറ്റർ ഒഴിവാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ LCM ആയിട്ട് എടുക്കണം. അപ്പോൾ കോമൺ LCM ആയിട്ട് ഞാൻ 3 എടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ബാക്കി എല്ലാത്തിലും എന്തോന്നാണ് ഉള്ളത്, 1 ആണ് ഉള്ളത്. ഇവിടെ മാത്രമേ ഡിനോമിനേറ്റർ 3 ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്റർ അല്ല. ദറ്റ് ഈസ് x² 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x² ആൻഡ് √2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3√2x വിച്ച് ഈസ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്ത് അതിന് എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ ഒഴിവാക്കണം. ദാറ്റ് ഈസ് LCM ഒഴിവാക്കണം. 3x² മൈനസ് 3√2x + 1 ഈക്വൽ ടു 0 വിച്ച് ഈസ് ദ ആൻസർ. ഇതാണ് മെത്തേഡ് 1. കാരണം 0 × 3 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഈ വാല്യൂ തന്നെ ന്യൂമറേറ്റർ മാത്രമുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഈ സെക്കൻഡ് മെത്തേഡ് 2 ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ രണ്ടും ചെയ്യുന്നതേ ഉള്ളൂ. മെത്തേഡ് 2 ഫൈൻഡ് ചെയ്യാനാണ്. നമുക്കറിയാം സം ഓഫ് സീറോസ് √2ഉം 1/3 ആണ്. ഫോർമുല എന്തുവാണ്, x² - ആൽഫ + ബീറ്റ into x plus alpha beta. Alpha plus beta means sum of zeros. Alpha beta means product of zeros. √2, 1/3 x² minus alpha plus beta into x plus alpha beta. Alpha plus beta means sum of zeros. Alpha beta means product of zeros. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x² minus alpha plus beta √2 എന്ന് എടുക്കുക, ആൽഫ ബീറ്റ 1/3 എന്ന് എടുക്കുക. x² minus √2 into x plus 1/3 which is equal to LCM എടുക്കുമ്പോൾ എങ്ങനെ വരും, ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ LCM എടുക്കുക. 3 ഡിനോമിനേറ്റർ വരും, 3x² minus 3√2x plus 1 equal to 0. ഇനി എന്ത് ചെയ്യും, ഈ 0യും 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 3x² minus 3√2x plus 1 equal to 0 into 3 which is equal to 3x² minus 3√2x plus 1. അതാണ് ആൻസർ. കാരണം ഇവിടെ റൈറ്റ് സൈഡ് 0 ആവും. പിന്നെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫൈനൽ ആൻസർ മാത്രം എഴുതിയാൽ മതി. 3x² minus 3√2x plus 1 which is the answer. Exercise 2.2 question number 2 sub question 3 0, √5 sum of zeros തന്നിട്ടുണ്ട്. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് സം ഓഫ് സീറോസ് 0യും പ്രോഡക്റ്റ് ഓഫ് സീറോസ് √5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇൻ എ പോളിനോമിയൽ ആൽഫ, ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്തോന്നായിരിക്കും, -b/a. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² ടേം. അതാണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്തോന്ന് ചെയ്യണം, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു
0 എന്നാണ് തന്നിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ടേമിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ മൈനസ് കൂടെ ചേർത്തോളണം. അപ്പോൾ എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഓർ ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ AX² പ്ലസ് BX പ്ലസ് C ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം A മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ടേം, അതുപോലെ എക്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെത്, C കോൺസ്റ്റൻ്റ് ടേം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് B/A. ഈ ഫോമുല നമുക്ക് അറിയാം, അത് അപ്ലൈ ചെയ്യണം. ആൽഫ ഇതിന് 2 മെത്തേഡ്സിൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് മെത്തേഡാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് 1. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് B/A. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? മൈനസ് B/A. അപ്പോൾ എന്ത് ചെയ്യും? ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം 0 കൊടുക്കുക, മൈനസ് B/A. ഇനി ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ്, ഇക്വേറ്റിംഗ് ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. ദെയർഫോർ എന്തോന്ന് വരും? മൈനസ് B ഈക്വൽ ടു 0, ദെൻ B ഈക്വൽ ടു 0. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അടുത്ത ഇക്വേറ്റിംഗ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. ദെയർഫോർ A ഈസ് ഈക്വൽ ടു 1. ബിയുടെ വാല്യൂ 0 കിട്ടി, എയുടെ വാല്യൂ 1 കിട്ടി. അപ്പോൾ ഇനി അടുത്ത് എന്താണ് കാണേണ്ടത്? ഇനി നമുക്ക് സിയുടെ വാല്യൂ, കോൺസ്റ്റന്റ് ടേം, നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് AX² പ്ലസ് BX പ്ലസ് C ആണ്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ആയി, ബിയുടെ വാല്യൂ ആയി. ഇനി ഏതാണ്? സിയുടെ വാല്യൂ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് ആവശ്യം. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്? ആൽഫ ബീറ്റയാണ് അവർ തന്നിട്ടുള്ളത്. ആൽഫ ബീറ്റ ഈക്വൽ ടു എന്താണ് ഫോർമുല? ആൽഫ ബീറ്റ ഈക്വൽ ടു C/A, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പം C/A എന്ന് എഴുതുക. പിന്നെ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ആൽഫ ബീറ്റ ഈക്വൽ ടു C/A, ദാറ്റ് ഈസ് ആൽഫ ബീറ്റ എത്രയാണ്? √5, ദാറ്റ് ഈസ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് ആൽഫ ബീറ്റ. √5 ഡിവൈഡഡ് ബൈ C/A. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ അറിയാം. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 1. ഫസ്റ്റ് കിട്ടിയ വാല്യൂ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. √5 ഈക്വൽ ടു C/1. Therefore, ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. C is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into √5 which is equal to √5. √5 equal to C. അപ്പോൾ ഏത് കിട്ടി നമുക്ക്? √5ൻ്റെ വാല്യൂ C ആണെന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി. അപ്പം എന്തോന്നാണ്? അപ്ലൈ ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ അപ്ലൈ ചെയ്യണം. AX² BX plus C, that is A the value 1 x square plus B the value 0x plus C the value √5. 0x means 0 ആണ്. അപ്പം x square plus √5 is the polynomial, quadratic polynomial. Quadratic polynomial x² plus √5 ആണ് quadratic polynomial, which is the answer. മനസ്സിലായല്ലോ? x² plus √5 ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിൻ്റെ 0യും √5ഉം ആയിട്ടുള്ള സം ഓഫ് സീറോസ് 0യും പ്രോഡക്റ്റ് ഓഫ് സീറോസ് √5 ആയിട്ടുള്ള ഏത് പോളിനോമിയലാണ്? x² plus √5 ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇത് വെച്ച് ചെയ്യുന്ന പോളിനോമിയൽ. ഓക്കെ. ഇനി ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ചെയ്തത്. ഇനി സെക്കൻഡ് മെത്തേഡ് കൊണ്ടുണ്ട്. എക്സാമിന് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പം സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് x² മൈനസ്, ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും അറിയാമെങ്കിൽ എങ്ങനെയാണ് പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് സം x² മൈനസ് സം ഓഫ് സീറോസ്. എത്രയാണ് സം ഓഫ് സീറോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? 0 സം എന്നും സം ഈക്വൽ ടു 0 ആൻഡ് പ്രോഡക്റ്റ് ഈക്വൽ ടു √5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? x² മൈനസ് സം ഓഫ് സീറോസ്. സം ഏതാണ്? 0 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് വിച്ച് ഇസ് ഈക്വൽ ടു √5. 0 ഇൻറ്റു എക്സ് 0, ദാറ്റ് ഇസ് ഈക്വൽ ടു x² പ്ലസ് √5 ഈസ് ദ ആൻസർ. നേരത്തെ കിട്ടിയ അതേ ആൻസർ ആയിരിക്കും, പക്ഷേ ഈസി മെത്തേഡ് ഇതാണ്. എന്നാലും അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എക്സാമിന് ഏത് മെത്തേഡ് വേണോ യൂസ് ചെയ്യാം.
അപ്പോൾ ഫോർമുല ഓർത്തോളുക, എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. x square minus 0x plus root 5. Therefore, x square plus root 5 is the answer. Okay. Exercise 2.2 തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് സീറോസ് 1 പ്രോഡക്റ്റ് ഓഫ് സീറോസ് 1 തന്നിട്ടുണ്ട്. എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ whose sum of zeros are 1 and product of zeros are also 0 is also 1. അപ്പോൾ സം ഓഫ് സീറോസ് 1 എന്നും പ്രോഡക്റ്റ് ഓഫ് സീറോസ് 1 എന്നും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സം ഓഫ് സീറോസ് is equal to, നമ്മൾ നേരത്തെ എപ്പോഴും പറയുക ആൽഫ ബീറ്റ എന്ന് എടുക്കുക. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1. പ്രോഡക്റ്റ് ഓഫ് സീറോസ് which is alpha beta is also 1. Then alpha plus beta equal to എന്താണ് minus b by a, that is coefficient of minus of coefficient of x in the term divided by coefficient of x square in the term. പോളിനോമിയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അതിൻ്റെ ഫോം ax square plus bx plus c ആണ്. അതിൽ ബിയുടെ ടേമും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റും അതുപോലെ എക്സ് സ്ക്വയറിൻ്റെ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ ആണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു മൈനസ് ബി ബൈ എ. Then minus b equating numerator to numerator and denominator to denominator. Minus b equal to 1. Minus b equal to 1. Therefore b equal to minus 1. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. a equating a denominator to denominator. Therefore a equal to 1. a ആയി b ആയി. നമുക്ക് ഏതാ വേണ്ടത്? കോൺസ്റ്റന്റ് ടേം ആയ c ആണ് ആവശ്യം. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റന്റ് ടേം വേണം. Therefore നമുക്ക് വേറൊരു ടേം ഇതുകൂടെ തന്നിട്ടുണ്ടല്ലോ, ഒരു ആൽഫ ബീറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ആൽഫ ബീറ്റ ഈക്വൽ ടു c ബൈ എ. ആൽഫ ബീറ്റ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ സി ബൈ എ. എയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റിൽ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും എയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്ന ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. ദെൻ സി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോന്ന് വരും? സി ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ദെൻ എന്തോന്ന് കിട്ടും? സിയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പോൾ എ ആയി, ബി ആയി, സി ആയി. അപ്പോൾ പോളിനോമിയൽ എന്തോന്നാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ax square plus bx plus c. Therefore a യുടെ വാല്യൂ 1x square plus b യുടെ വാല്യൂ -1. -1 into x plus c യുടെ വാല്യൂ 1. That is 1x square means x square ആണല്ലോ. x square minus x plus 1 which is the answer. ഇത് മെത്തേഡ് 1 ആണ്. ഫസ്റ്റിൽ മെത്തേഡ് 1 ഞാൻ 2 മെത്തേഡും ചെയ്യുന്നുണ്ട്. അല്ല, മെത്തേഡ് 1 ആണ് കഴിഞ്ഞത്. ഇനി മെത്തേഡ് 2. മെത്തേഡ് 2ൽ സം ഓഫ് സീറോസ് 1 എന്നും പ്രോഡക്റ്റ് ഓഫ് സീറോസ് 1 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് plus product of zeros. Here sum of zeros is 1 and product of zeros is 1. Then substitute ചെയ്യണം. x square minus sum of zeros 1x plus product of zeros 1 which is equal to x square minus x plus 1 which is the answer. നേരത്തെ കിട്ടി സെയിം ആൻസർ തന്നെ ആയിരിക്കും ഇത് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഈസി മെത്തേഡ് ഇതാണ്. ഓക്കെ. എക്സസൈസ് 2.2 സബ് ക്വസ്റ്റ്യൻ 2ൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ -1/4 ആൻഡ് 1/4. അപ്പോൾ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദറ്റ് ഈസ് -1/4 ആൻഡ് 1/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ മീൻസ് സം ഓഫ് സീറോസ്. That is alpha plus beta and which is equal to -1/4 എന്ന് തന്നിട്ടുണ്ട്. Product of zeros
that is alpha beta equal to എന്താണ് -1/4 1/4. അപ്പോൾ സം ഓഫ് സീറോസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വാല്യൂ ഫൈൻഡ് ചെയ്യണം. ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. -1/4 ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ആദ്യം തന്നിരിക്കുന്ന ആൽഫ പ്ലസ് ബീറ്റ ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഓഫ് സീറോസ് ദാറ്റ് ഈസ് ആൽഫ ബീറ്റ. -1/4 equal to -b/a, equating numerator to numerator, that is -b equal to -1. Therefore എന്തെന്ന് വരും, b equal to 1. b യുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, a യുടെ വാല്യൂ equating denominator to denominator, then a equal to 4. b ആയി a ആയി. നമ്മുടെ പോളിനോമിയൽ ഏതാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² plus bx plus c. അതിൽ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് ഇനി ഏതാ, സിയുടെ വാല്യൂ ആണ് ആവശ്യം. സിയുടെ വാല്യൂ കാണാനായിട്ട് ഒരു പ്രോഡക്റ്റ് ഓഫ് സീറോസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 1/4. ആൽഫ ബീറ്റ മീൻസ് എന്താണ്, c/a. ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. ആൽഫ ബീറ്റ 1/4 ആണ്. അപ്പോൾ 1/4ൽ സിയുടെ വാല്യൂ അറിയില്ല. അത് കൊടുത്തതിന് ശേഷം നേരത്തെ തന്നെ നമ്മൾ എയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എയുടെ വാല്യൂ എത്രയാണ്, 4. സിയുടെ വാല്യൂ 4. അപ്പോൾ എന്താണ്, ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ, ദെൻ സി ഈസ് ഈക്വൽ ടു 1. ചെക്ക് ചെയ്യുമ്പം ന്യൂമറേറ്ററുമായിട്ടും ഡിനോമിനേറ്ററുമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറയുന്നത്, എയുടെ വാല്യൂ 4 ആണ്. ആദ്യമേ ഇവിടെ ചെയ്യുമ്പോഴും എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ 1. a equal to 4, b equal to 1 and c equal to 1. Then polynomial is ax² plus bx plus c. Here a is equal to 4x² plus b യുടെ വാല്യൂ എത്രയാണ്, 1, which is equal to 1x plus c യുടെ വാല്യൂ 1. Therefore 4x² plus 1x means x plus 1, which is the answer. ഇത് മെത്തേഡ് 1 ആണ്. ഞാൻ 2 മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ മെത്തേഡ് 1 ആണ് കഴിഞ്ഞത്. മനസ്സിലായല്ലോ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ -b/a എന്ന് എടുക്കുക, ആൽഫ ബീറ്റ c/a എന്ന് എടുക്കുക. പിന്നെ ഇക്വേറ്റിംഗ് ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഫസ്റ്റിൽ എയുടെ വാല്യൂ 4 കിട്ടിയ സെക്കൻഡ് ഇക്വേഷനിലും ആ 4 തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ 4 ഈക്വൽ ആണ്. ദെൻ സിയുടെ വാല്യൂ എന്തെന്നായിരിക്കും, 1 ആയിരിക്കും. Therefore the answer is 4x² plus x plus 1. നെക്സ്റ്റ് മെത്തേഡ് 2. മെത്തേഡ് 2 ചെയ്യാണ്. നമുക്ക് എന്തുവാണ്, സം എത്രയെന്നാണ് തന്നിരിക്കുന്നത്, സം ഓഫ് സീറോസ് -1/4 ആൻഡ് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 1/4. Therefore എന്തുവാണ്, നമുക്ക് ഇക്വേഷൻ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ഇനി പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്, x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. x² മൈനസ് സം ഓഫ് സീറോസ് എത്രയാണ്, -1/4. That is minus of -1/4 into x plus product of zeros means ഏതാണ് 1/4. അപ്പോൾ ഇനി x² minus of minus ഒന്നാവും പ്ലസ് ആവും, പ്ലസ് 1/4x പ്ലസ് 1/4. അപ്പം സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ പോളിനോമിയലിൽ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ കോഎഫിഷ്യൻറ്റിനൊന്നും ഫ്രാക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ LCM എടുത്ത് ഈ കോഎഫിഷ്യൻറ്റിനെ അവോയ്ഡ് ചെയ്യണം. കോഎഫിഷ്യൻ്റ് അല്ല, ഡിനോമിനേറ്ററിനെ അവോയ്ഡ് ചെയ്യണം. ഇതെയും LCM 4 ആയിട്ട് എടുക്കുക. ഇവിടെ എത്ര വരും, 4x² പ്ലസ് 1x പ്ലസ് 1. അതിനുശേഷം ഈ 4 അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പോളിനോമിയലെല്ലാം നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോളിനോമിയലിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. കാരണം ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്ററിന് ഇക്വലൻ്റ് ആയിട്ട് എല്ലാ വാല്യൂസിലും നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 4x² പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു 4x² പ്ലസ് എക്സ് പ്ലസ് 1. പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ. സം ഓഫ് സീറോസ് മീൻസ് ആൽഫ പ്ലസ് ബീറ്റ ആണ്. പിന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ. അതിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ -1/4x കൊടുക്കുക. പ്രോഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറയുന്ന 1/4 എടുക്കുക. പിന്നെ കൊടുത്തതിന് ശേഷം സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ
ഡിനോമിനേറ്ററിൽ കോഎഫിഷ്യൻ്റ് ഡിനോമിനേറ്റർ വരാൻ പാടില്ല. സ്റ്റാൻഡേർഡ് ഫോമാറ്റിലാണ് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് ആ ഡിനോമിനേറ്റർ അവോയ്ഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ LCM ഫൈൻഡ് ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ വരും. പിന്നെ അത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് ആ പോളിനോമിയൽ കംപ്ലീറ്റ്ലി എന്തൊന്നാവും, റൈറ്റ് സൈഡ് സീറോ ആക്കുക. ദാറ്റ് ഈസ് 4x² + x + 1 = 0. എന്നിട്ട് ഫൈനൽ ആൻസർ എഴുതുമ്പോൾ ഈ പോളിനോമിയൽ മാത്രം എഴുതിയാൽ മതി. 4x² + x + 1 വിച്ച് ഈസ് ദ ആൻസർ. വീണ്ടും എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ 6 ആണ്. അതിൽ സം ഓഫ് സീറോസ് 4 എന്നും പ്രോഡക്റ്റ് ഓഫ് സീറോസ് 1 എന്നും തന്നിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സം ഓഫ് സീറോസ് മീൻസ് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് മീൻസ് ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയാണ് 4 എന്ന് തന്നിട്ടുള്ളത്, ആൽഫ ബീറ്റയാണ് 1 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ടേം എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ഏതാണ്, ax² + bx + c, where b is the coefficient of x and a is the coefficient of x² and c is the constant term. Then alpha plus beta equal to formula എന്താണ്, മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ടേം ഡിവൈഡഡ് ബൈ a, that is മൈനസ് b by a. ആൽഫ പ്ലസ് ബീറ്റ 4 ആണ് തന്നിട്ടുണ്ട്. 4 = മൈനസ് b by a. ഇനി ഇക്വേറ്റിംഗ് ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. മൈനസ് b = 4, then b = -4. ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് a = ഇക്വേറ്റിംഗ് a to 1, എയും 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, a = 1 എന്ന് കിട്ടും. ഇനി എ ആയി ബി ആയി. ഇനി ഏതാ വേണ്ടത്, സിയുടെ ടേം. സിയുടെ ടേം കാണാനായിട്ട് കോൺസ്റ്റൻറ്റ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് തന്നിട്ടുണ്ട്. അത് c/a എന്ന് എടുക്കുക. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ = c/a. ആൽഫ ബീറ്റ = c/a. ആൽഫ ബീറ്റ എത്രയാണ്, 1 = c/aയുടെ വാല്യൂ നേരത്തെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, 1 ആണ്. ദാറ്റ് ഈസ് c/1. 1/1 എന്ന് എഴുതാം. ഇക്വേറ്റ് ചെയ്തും 1/1, c = 1. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ. ഇനി നമ്മുടെ പോളിനോമിയൽ ഏതാണ്, ax² + bx + c. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ax² + bx + c. എയുടെ വാല്യൂ ഈസ് 1, ദാറ്റ് ഈസ് 1x² പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്, -4. -4 × x പ്ലസ് സിയുടെ വാല്യൂ എത്രയാണ്, 1 + 1 which is equal to x² plus into minus -4x + 1. ഫസ്റ്റ് മെത്തേഡിലെ ആൻസർ ഇതാണ്. മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് കഴിഞ്ഞത്, മെത്തേഡ് 1. നെക്സ്റ്റ് മെത്തേഡ് 2. മെത്തേഡ് 2 ഈസി മെത്തേഡാണ്. ഏതാണ് അറിയാലോ, x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ്. സം ഓഫ് സീറോസ് into x plus product of zeros. Then x² minus sum of zeros എത്രയാണ്, 4. 4x plus product of zeros എത്രയാണ്, 1. Therefore x² minus 4x plus 1 is the answer. Okay, രണ്ട് മെത്തേഡും കഴിഞ്ഞു. അപ്പം ഇത് ആദ്യത്തത് x² - 4x + 1ഉം സെക്കൻഡ് ഇത് സെയിം ആൻസർ ആയിരിക്കും, പക്ഷെ മെത്തേഡ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. രണ്ടിലും ആൻസർ x² - 4x + 1 ആണ്. അങ്ങനെ എക്സസൈസ് 2.2 കംപ്ലീറ്റ് ആയി. ഓക്കെ.